ഗുഡ് മോർണിംഗ്. ടീച്ചർ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളോട് ടീച്ചർ ഇന്നലെ ഫോട്ടോസ് അയക്കാൻ വേണ്ടി ആരും അയച്ചില്ലല്ലോ. കുറച്ച് ഫോട്ടോസ് ടീച്ചർ വന്നുള്ളൂ. ബാക്കി ഇനിയും തരാനുണ്ടല്ലോ ഫോട്ടോസ്. എപ്പോ അയച്ചു തരും? എല്ലാവരും ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറയാം, റെഡ് ഡ്രസ് ഇട്ടിട്ട് പപ്പാനയുടെ വേഷമൊക്കെ ഇട്ട് വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങള്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നല്ല സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇത്തോണ്ട് നമുക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ടല്ലേ, വീട്ടിലിരുന്നല്ലേ ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമുക്കിത് ക്ലാസ് തുടങ്ങാം. ടീച്ചർ ഇന്ന് മലയാളം സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്. പക്ഷെ ടീച്ചർ ഇന്ന് എടുക്കാൻ പോണത് ഇംഗ്ലീഷാണ്. കാരണം നമുക്ക് മലയാളം തീർന്നു. നമുക്കിനി ഉള്ളത് ഇംഗ്ലീഷാണ് എടുക്കാനുള്ളതും ഇംഗ്ലീഷ് പോർഷൻസ് ആണ് നമുക്ക് തീരാനുള്ളതും. കുറെ ഉണ്ടല്ലേ. നമ്മുടെ ക്രിസ്മസ് പോർഷനിൽ ഒന്നും ആയിട്ടില്ല. എന്തായാലും ടീച്ചർ ഇന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ എന്താ എടുത്തേ? ഇന്നലെ എന്താ ടീച്ചർ എടുത്തത്? എന്താ നിങ്ങക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടെ യൂസ് ചെയ്യണം എന്നല്ലേ എടുത്തത്. അതിൽ പ്രാക്ടീസ് ടൈമും തന്നിരുന്നു. കുറച്ചു പേരൊക്കെ ചെയ്തു അല്ലേ? മനസ്സിലായിരുന്നു ഇത് ചെയ്യാൻ. ഇനി മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. അപ്പൊ എന്താ ടീച്ചർ ഒന്ന് എഴുതി തരട്ടെ. നിങ്ങൾ ഇതാണോ ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ? ടീച്ചർ എഴുതി തരാം, ഇന്ന് തന്നെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ എന്താവും, പ്രശ്നമാവും അല്ലെ? നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ. പേജ് നമ്പർ 9 എടുത്തോ. നിങ്ങൾ എങ്ങനെയാണോ എഴുതിയത് നമുക്ക് നോക്കിയാലോ? ഇവിടെ തന്നേക്കണത് ഇതാണ്. ദിസ് ഈസ് എ ബോൾ. ദിസ് ഈസ് എ ബോൾ. എങ്ങനെയത് കറക്റ്റ് ചെയ്യണ്ടേ? നമ്മള് പറഞ്ഞു ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം എന്ന്. നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ഇത് കറക്റ്റ് ചെയ്ത് എങ്ങനെ എഴുതും? ദിസ് ഈസ് എ ബോൾ. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അടുത്ത എന്താ? ദീസ് ആർ ബൺസ്. ദീസ് ആർ ബൺസ്. ഇതാണ് അടുത്തത്. നമ്മൾ എന്ത് ചെയ്യണം? എവിടെ എഴുതണ്ടേ? ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് അല്ലെ? എങ്ങനെ എഴുതും? ദീസ് ആർ. വേറെ ഒന്നും നമ്മൾ മാറ്റണ്ട, അതുപോലെ തന്നെ എഴുതിയാൽ മതി. ബൺസ്. ഓക്കെ, അടുത്തെന്താ? ഹിസ് നെയിം ഈസ് രാജ്. തന്നേക്കണ എങ്ങനെയാണ്? ഹിസ് നെയിം ഈസ് രാജ്. നമ്മൾ എവിടെ കറക്റ്റ് ചെയ്യണം? ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് സ്പെഷ്യൽ നെയിമും അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഹിസ്, ഇവിടെ ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് കറക്റ്റ് ചെയ്തു. ഹിസ് നെയിം ഈസ് സ്പെഷ്യൽ നെയിം അല്ലെ? തെറ്റവിടെ എഴുതിയേക്കണേ. എന്ത് ചെയ്തു? നമ്മള് ക്യാപിറ്റൽ ലെറ്റർ എഴുതി രാജ്. കിട്ടിയല്ലോ. അടുത്തെന്താ എഴുതിയേ? ഹർ ഹോബി ഈസ് പെയിന്റിംഗ്. എഴുതിയേക്കണ എങ്ങനെയാണ്? ഹർ ഹോബി ഈസ് പെയിന്റിംഗ്. എന്താ ചെയ്യണ്ടേ? നമ്മളുടെ ബിഗിനിങ് ഓഫ് ദി ലെറ്റർ, ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് ഇപ്പൊ എവിടെയാണല്ലേ? ഹർ ഹോബി ഈസ് പെയിന്റിംഗ്. ഓക്കെ, ഇത്രയും കറക്റ്റ് ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്താ? ഷീ ലിവ്സ് ഇൻ ഗോവ. അവർ തന്നേക്കണതാണ്. ഷീ ലിവ്സ് ഇൻ ഗോവ. ഇങ്ങനെ തന്നേക്കണേ. നമ്മൾ എവിടെയൊക്കെ മാറ്റണം? പറഞ്ഞേ. ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് ഉണ്ട്, പിന്നെ പ്ലേസ് അല്ലേ? ഏതാണ്? സ്പെഷ്യൽ പ്ലേസ്. രണ്ടെടുത്താണ് നമ്മൾ ചേർക്കേണ്ടത് അല്ലെ? ഷീ ക്യാപിറ്റൽ, ഷീ എസ് ക്യാപിറ്റൽ വേണം. ഷീ ലീവ്സ് ഇൻ. പിന്നെ എവിടെയാ? ഇവിടെ തെറ്റാ അല്ലേ? മിസ്റ്റേക്കാ. ഇപ്പൊ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ലെറ്റർ എഴുതി ഗോവ. ഓക്കെ, അടുത്തെന്താ? നിധി ആൻഡ് സാം പ്ലേ ഇൻ ദ പാർക്ക്. നിധി ആൻഡ് Sam
പ്ലേ ഇൻ ദ പാർക്ക്. കാണുമോ നിങ്ങൾക്ക്? ടീച്ചർ എഴുതിയേക്കണേ, കാണാമോ? ഓക്കെ, എന്താ ആൻസർ? എവിടെയൊക്കെ മാറ്റണം? നിധിയുടെ വേണം അല്ലെ, കാരണം അത് സ്പെഷ്യൽ നെയിമും ആണ്, നമ്മുടെ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങും ആണ്. സാം വേണ്ടേ? അവിടെ എന്താണ്? അവിടെ സ്പെഷ്യൽ നെയിം. പിന്നെയോ ഒരിടത്ത് വേണോ? വേണ്ട. അപ്പൊ നമുക്കത് മാറ്റാം. ഓക്കെ, എങ്ങനെയാ? നിധിയുടെ എൻ ക്യാപിറ്റൽ നിധി ആൻഡ് സാമിന്റെ എസ് ക്യാപിറ്റൽ സാ പ്ലേ ഇൻ ദ പാർക്ക്. ഓക്കെ, കിട്ടിയോ? ഇത്ര ശരിയായിരുന്നോ നിങ്ങളെ? ഓക്കെ, അപ്പൊ ടീച്ചർ തൂക്കുവാണേ. ഓക്കെ, സോ ഇന്നലെ പഠിച്ചത് തീർന്നു. നമ്മളിനി ഒരെണ്ണം കൂടെ പഠിക്കുന്നുണ്ട്. ഏതാ? ഫുൾ പേജ് നമ്പർ 10 എടുത്തിട്ട് ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യണം. ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു, സെന്റൻസിന്റെ ഇടയ്ക്ക് ടീച്ചർ മറ്റേ അത് എഴുതാൻ കൊടുത്ത് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എന്നാലും സാരമില്ല, ഒന്നുകൂടെ പറഞ്ഞു തരാം. എങ്ങനെയാ ഫുൾ സ്റ്റോപ്പ്? ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാ ഇടറ ഫുൾ സ്റ്റോപ്പ്? ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇതാണ് കേട്ടോ. കണ്ട, ഇത്രേ ഉള്ളൂ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുൾ സ്റ്റോപ്പ്. എവിടെയാ നമ്മൾ ഇടുക ഫുൾ സ്റ്റോപ്പ്? ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് കൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ടീച്ചർ എല്ലായിടത്തും കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലായിരുന്നോ? ഇപ്പൊ എഴുതിയില്ലേ? അതെല്ലാം ടീച്ചർ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലേ? അതുപോലെ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ഇടണം. ടീച്ചർ കാണിച്ചിട്ടത് നോക്കി. ഞാൻ ടെക്സ്റ്റുള്ള തന്നെ പറയാം കേട്ടോ. മൈ നെയിം ഈസ് അങ്കിത. ഇതാണ് പറഞ്ഞേക്കണേ, മൈ നെയിം ഈസ് അങ്കിത. നിങ്ങൾ ഇങ്ങനെ സെന്റൻസ് എഴുതിയാ ഇത് അവിടെ അവസാനം ആവുമ്പോ തെറ്റിപ്പോവും. അപ്പൊ നമ്മൾ ആ ലെറ്റർ മീൻസ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് സ്പെഷ്യൽ നെയിം നമ്മൾ രണ്ടിടത്തും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഒരു തെറ്റും കൂടി ഉണ്ട് ഇവിടെ. എന്താണ്? നമ്മൾ ഈ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. എവിടെ ഇടണ്ടേ? ദാ ഇവിടെ കണ്ടോ? ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് എപ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇനി നിങ്ങൾ ഇവിടെ തന്നെ ഒരു സെന്റൻസ് എഴുതാൻ പോവാണെന്ന് വെച്ചോ. മൈ നെയിം ഈസ് അങ്കിത. ഇവിടെ ടീച്ചർ പറയുവാണ് ഐ ആം സ്റ്റഡിയിങ് ഇൻ എന്ന് പറയുവാണേ. ടീച്ചർ ഇപ്പൊ കാണിച്ചു തരുവാ. ഐ ആം സ്റ്റഡിയിങ് ഇൻ LKG എന്ന് വരുവാണെങ്കിൽ ടീച്ചർ ഇപ്പൊ ഒരു സെന്റൻസ് തുടങ്ങി. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ടീച്ചർ അടുത്ത സെന്റൻസ് തുടങ്ങി. ഇവിടെ അടുത്ത സെന്റൻസ് തുടങ്ങിയപ്പോ ഞാൻ ഇവിടെ ഇട്ടു. എന്താ? ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ഇവിടെ ബിഗിനിങ് ഓഫ് ദി സെന്റൻസ് ആണ്. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമോ നമ്മള്? ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് തീർത്തു. ഈ സെന്റൻസ് ഇവിടെ തീർന്നു കണ്ടോ? അപ്പൊ ടീച്ചർ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ടോ ടീച്ചർ അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്താ പഠിച്ചേക്കണേ? ബിഗിനിങ് ഓഫ് ദി സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചേ? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. അതുകൊണ്ട് ടീച്ചർ ഈ സെന്റൻസ് ബിഗിൻ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്തു? ക്യാപിറ്റൽ ലെറ്റർ ആയ ഐ യൂസ് ചെയ്തു. ക്ലിയർ ആയോ ഇപ്പം? ഇത് നിങ്ങൾക്ക് ഇല്ല, ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റേ ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കി. വി പ്ലേ ഇൻ ദ പാർക്ക്. വി പ്ലേ ഇൻ ദ പാർക്ക്. ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു എന്താണ്? ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ സെന്റൻസ് തെറ്റായി. നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് നിർബന്ധമായിട്ട് ഇടണം. നിങ്ങൾക്ക് ഒരു കുത്തരാൻ പാടുണ്ടെങ്കിൽ ഒരു കുത്തരാൻ പാടൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അല്ലെ. ടീച്ചർ ഇവിടെ പ്രാക്ടീസ് ടൈം ആണ് തന്നേക്കണേ. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നോക്കൂ. ദിസ് ഈസ് മൈ ബാഗ്. ഇങ്ങനെ തന്നേക്കണേ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പോയിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. കണ്ടോ? ആദ്യം തന്നെ പോയിട്ട് ഫുൾ സ്റ്റോപ്പ് നിർബന്ധമായിട്ട് ഇടണം. ഇത് നോക്കി, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തേക്കണ കണ്ടോ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങില്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് എന്താ? വി ആർ സിംഗേഴ്സ്. ഇതേ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ? വി ആർ സിംഗേഴ്സ്.
എന്ത് ചെയ്യണം? എന്തെഴുതണം ഇവിടെ? ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. കാണാമോ ഫുൾ സ്റ്റോപ്പ്? ഫുൾ സ്റ്റോപ്പ് ഇടണം. ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അവിടെ കൊണ്ടുപോയിട്ട് നമ്മള് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യത്തില്ലേ? നമ്മൾ പോയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആവത്തില്ലേ? അതുപോലെ ഒരു സെന്റൻസിനും വേണം ഇത്. ഇല്ലെങ്കിൽ ആ സെന്റൻസിന് ബുദ്ധിമുട്ടാവില്ലേ? എവിടെയെങ്കിലും പോയി നിക്കണ്ടേ അല്ലേ? അവിടെ നിന്ന് പോയത്, അതിനാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഓക്കെ, ഇനി എന്താ? ഷീ ഈസ് മൈ മദർ. ഷീ ഈസ് മൈ മദർ. എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് അല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇടണം, മറക്കരുത്. അടുത്തതോ? ഐ വെയർ ബ്ലൂ ജീൻസ്. ടീച്ചറോട് എഴുതട്ടെ? കാണത്തില്ല നിങ്ങക്ക് താഴെ എഴുതിയാൽ. ഇവിടെ എഴുതാവേ. ഐ വെയർ ബ്ലൂ ജീൻസ്. ടീച്ചർ അറിയാതെ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയ ജീൻസിനൊന്നും ക്യാപിറ്റൽ ലെറ്റർ വേണ്ട കേട്ടോ. അപ്പൊ എന്താണ്? ഐ വെയർ ബ്ലൂ ജീൻസ്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഫുൾ സ്റ്റോപ്പ് വേണ്ടേ? ഫുൾ സ്റ്റോപ്പ് ഇടണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫുൾ സ്റ്റോപ്പ് വളരെ സിമ്പിളാ. നമ്മളൊരു സെന്റൻസ് തീരുമ്പോ എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ഇടണം. മറക്കോ? ഇല്ല, മറക്കില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഫുൾ സ്റ്റോപ്പിന്റെ. അപ്പൊ നമ്മൾ കുറച്ചല്ലേ പഠിച്ചുള്ളൂ, നമുക്ക് ഒത്തിരി ഒന്നും ഇല്ല. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പഠിക്കാം. കാരണം ഒന്നും വിചാരിക്കണ്ട, നിങ്ങക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചു നേരം പഠിക്കണ്ടേ, കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് എളുപ്പമാവും. അപ്പൊ ടീച്ചറെ ഒന്ന് പഠിപ്പിക്കാൻ പോവാട്ടോ നിങ്ങളപ്പോ വെക്കേഷനിൽ ഇരുന്ന് പഠിക്കണം. ഓക്കെ, ഈ പേജ് വേണ്ട. ഇനി ഈ പേജ് നമുക്ക് സിംഗിങ് ടൈമാ, നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാം. ഇത് വേണ്ട, ഇത് സ്റ്റോറി ടൈമാണ്, അത് നമുക്ക് പിന്നെ പഠിക്കാം. വീണ്ടും സിംഗിങ് ടൈമാണ്, അതും വേണ്ട. നമ്മള് എന്തെടുക്കണം? ഇതൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അതെ, ഇതെടുത്തേ. പേജ് നമ്പർ 16 എടുത്തോ? അവിടെ ഓപ്പോസിറ്റ്സ് ആണ്. ഓപ്പോസിറ്റ്സ് നോക്കാം നമുക്ക്. ഓപ്പോസിറ്റ്സ് എല്ലാരും എടുത്തോ? ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്നതാണ് എതിരെ. ഇപ്പം എന്താ? നടന്നു, സോറി അത് വേണ്ട. നടന്നുവിന് എന്ത് പറയാ അല്ലെ? അപ്പൊ അകത്ത് പുറത്ത് അല്ലെ? രാത്രി പകൽ അങ്ങനെ പറയത്തില്ലേ? ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് പറയില്ലേ? അതാണ് ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിര്. ഓപ്പോസിറ്റ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് ടീച്ചർ പറഞ്ഞുതരാം. നോക്കൂ. ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര തിരക്കല്ലേ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോണതിനാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്ലോ. എന്താണ്? സ്ലോ. FAST ഫാസ്റ്റ്, SLOW സ്ലോ. ഓക്കെ, നമ്മുടെ ആമയും മുയലും അല്ലേ? ആരാണ് ഫാസ്റ്റ് ആയിട്ട് പോണത്? മുയൽ അല്ലേ? ആരാ സ്ലോ ആയിട്ട് പോണത്? ആമ. അപ്പൊ ഫാസ്റ്റ്, സ്ലോ. അടുത്ത എന്താ? ഹോട്ട്. HOT ഹോട്ട്. ഹോട്ട് എന്ന് പറയുന്നത് എന്താ? ഭയങ്കര ചൂട്. നമ്മൾ ചായ കുടിക്കുന്നത് ചൂടാണ് അല്ലെ? ചൂട് ചായ കുടിക്കുക. ഹോട്ട്. എന്താ നമ്മള് ഇതിന്റെ ഓപ്പോസിറ്റ് പറയാ? എന്താണ്? കോൾഡ്. എന്താണ്? കോൾഡ്. നമുക്ക് കോൾഡ് ഉള്ള സാധനം എന്താണ്? ഐസ്ക്രീം അല്ലെ? ഹോട്ട് ടീയും കോൾഡ് ഐസ്ക്രീമും അല്ലെ? ഹോട്ട് ടീയും കോൾഡ് ഐസ്ക്രീമും. ഓക്കെ, ഹോട്ട്, കോൾഡ്. കോൾഡിന്റെ സ്പെല്ലിംഗ് എന്താ? COLD കോൾഡ്. അടുത്ത എന്താ? ലോ. ലോ എന്ന് പറഞ്ഞ താഴെ. ലോ. ലോ എന്ന് പറഞ്ഞ താഴെ. അതിന്റെ മുകളിൽ എന്താണ്? ഹൈ. ഓപ്പോസിറ്റ് ഇടുന്ന സിമ്പൽ ഇതാട്ടോ, ഇൻഡു. എന്താണ്? ഹൈ. ലോ, ഹൈ. ലോയുടെ സ്പെല്ലിംഗ് എന്താ? LOW ലോ. ലോ എന്ന് പറഞ്ഞാൽ താഴെ. HIGH ഹൈ. ഹൈ എന്ന് പറഞ്ഞാൽ പൊക്കത്തിൽ. ഓക്കെ, അടുത്തത് ബിലോ.
എന്താണ് ഓപ്പോസിറ്റ് അറിയോ? ബിലോ പറഞ്ഞ എന്താ? ആദ്യം നോക്കിയേ, ബിലോ. ഇയാള് ഈ ട്രീയുടെ ബിലോ ആണ് നമ്മുടെ ആര്? ഡോഗ്. കണ്ടോ? ടീച്ചർ കാണിച്ചു തരാം പിക്ചർ. താഴെ, ഇവിടെ താഴെ തന്നെയാണ്, അടിയിൽ. മുകളിലെന്ന് പറയാൻ എന്താണ്? പൊക്കത്തിൽ. ഇതിന് മുകളില് എന്താണ്? എബവ്. ബിലോ, എബവ്. BELOW. ബിലോ. പൊക്കത്തിൽ എന്ന് പറയണേ എബവ്. ABOVE. എബവ്. അടുത്തത് സിറ്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എപ്പോഴും സിറ്റ് പറയുന്നത് സ്റ്റാൻഡ് അല്ലേ? സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എണീക്കുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും സ്കൂളിലൊക്കെ ചെയ്യുന്ന അല്ലേ? സിറ്റ്, SIT, സിറ്റ്. STAND, സ്റ്റാൻഡ്. ഓക്കെ. അടുത്തത് എന്താണ്? ബിഗ്. ബിഗ് എന്താ? വലുത് അല്ലേ? എന്താണ് ചെറുതിന് പറയണേ? സ്മോൾ. എന്താണ്? സ്മോൾ. ബിഗിന്റെ സ്പെല്ലിംഗ് എന്താ? BIG. ബിഗ്. സ്മോളിന്റെയോ? SMALL. സ്മോൾ. ഓക്കെ. അടുത്ത എന്താ? ഓൾഡ്. OLD. ഓൾഡ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ പഴയത്. പുതിയെന്ന് പറയുന്നത് എന്ത് പറയും? ന്യൂ. NEW. ന്യൂ. ഓൾഡിന്റെ സ്പെല്ലിംഗ് എന്താ? OLD. ഓൾഡ്. ന്യൂന്റെയോ? NEW. ന്യൂ. ഓക്കെ. അടുത്ത എന്താ? ത്രോ. ത്രോ എന്ന് പറഞ്ഞ എന്താ? എറിയുന്നതിനാ ത്രോ എന്ന് പറയണേ. ത്രോ അല്ലെ? എറിഞ്ഞു കൊടുക്കുന്നതിന്. THROW. ത്രോ. ത്രോ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? എറിയുമ്പോ എന്ത് ചെയ്യണം? നമ്മള് പിടിക്കണം അല്ലെ? ക്യാച്ച്. എന്താണ്? ക്യാച്ച്. CATCH. ക്യാച്ച്. പിടിക്കണം. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കണം. ഒന്നും കൂടെ നമുക്ക് നോക്കാം. എന്താണ്? ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡില്. കാണിച്ചു നോക്ക്. ഫാസ്റ്റ്. മുയൽ നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് പോയി അല്ലേ? ആമയോ? സ്ലോ. ആമ സ്ലോ. ഫാസ്റ്റ്, സ്ലോ. അടുത്തതോ? നല്ല ഹോട്ട് ടീ, നല്ല ചൂട് ചായ. ഹോട്ട്. ഇതോ ഐസ്ക്രീമോ? കോൾഡ്. തണുപ്പാണ് അല്ലെ ഐസ്ക്രീമിന്. ഓക്കെ. ഇത് നോക്കി. ഈ ക്യാറ്റ് എവിടെയാ? ലോ. താഴത്തല്ലേ? അതെ. ഇതോ പൊക്കത്തിലാ അല്ലെ? ഹൈ. റാറ്റ് എവിടെയാ? അതിനെ പിടിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ പൊക്കത്തിൽ കയറി ഇരിക്കുക നമ്മുടെ ക്യാറ്റ്. റാറ്റ്. ക്യാറ്റ് ആൻഡ് മൗസ് അല്ലേ ഇത്? ഓക്കെ. ക്യാറ്റ് താഴെ ഇരുന്നപ്പോ നമ്മുടെ റാറ്റ് പോയിട്ട് പൊക്കത്തിരുന്നു. ഹൈ. എടുത്തല്ല. ബിലോ. ബിലോ. ബിലോ എന്ന് പറഞ്ഞാൽ അതും താഴെ തന്നെയാണ്. ട്രീന്റെ അണ്ടറില് താഴെ. മുകളിൽ എന്ന് പറയുന്നത് എന്ത് പറയും? എബവ്. ABOVE. എബവ്. അടുത്തത് സിറ്റ്. സിറ്റ്. കണ്ടോ? സിറ്റ്. ഇരിക്കുക. എന്താണ് ഓപ്പോസിറ്റ്? സ്റ്റാൻഡ്. സ്റ്റാൻഡ്. നിൽക്കുമല്ലേ? ഓക്കെ. അടുത്തത് ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ എലിഫന്റ് ബിഗ് അല്ലേ? വലുതല്ലേ? ബിഗ്. നമ്മുടെ റാറ്റോ? സ്മോൾ. അടുത്തത് ഇത് ഓൾഡാണ്, പഴയതാ. ഓൾഡ്. ഓൾഡ്. പഴയത്. ഇതോ മടക്കിയിരിക്കണുണ്ടോ? ന്യൂ. ഓൾഡ്, ന്യൂ. ഓക്കെ. അടുത്തേതാ? ത്രോ. എറിയുവാണ്. കണ്ടോ? ത്രോ. ഈ കുട്ടി എന്താ ചെയ്യണേ? ക്യാച്ച്. പിടിക്കുവാണ് അല്ലെ? അത്ര ഓപ്പോസിറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രാക്ടീസ് ടൈം ഉണ്ട്, നോക്കാം. എടുത്തോളൂ പേജ് നമ്പർ 17. പ്രാക്ടീസ് ടൈം. ഇത്ര ഹെവി ആയോ? കുഴപ്പമില്ല, നമുക്ക് വെക്കേഷൻ ഉണ്ട് കേട്ടോ പഠിക്കാൻ. ഒരു കുഴപ്പമില്ല. വെക്കേഷന് പതുക്കെ ഇരുന്ന് എഴുതി അയക്കുക, പിന്നെ പഠിക്കുക ഒക്കെ ചെയ്താൽ മതി. ഓക്കെ.
അതിനെ ടീച്ചർ ഇത് എടുത്തു തന്നത്. നോക്കി ഇതിനെ മാച്ച് ദ ഓപ്പോസിറ്റ്സ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞത്. സിറ്റ് ഏതാണ്? ഏതാ? യെസ്, സ്റ്റാൻഡ്. ഇരുന്നപ്പോ അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ്. സിറ്റ്, സ്റ്റാൻഡ്. മാച്ച് ചെയ്തോ? പെൻസിലൊക്കെ ഉണ്ടായിരുന്നോ കയ്യില്? അത് ചുമ്മാ വന്നിരിക്കുവായിരുന്നോ ഫ്രണ്ടില? ഓക്കെ. ത്രോ എറിഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യണം? ക്യാച്ച് അല്ലേ? ത്രോ, ക്യാച്ച്. കിട്ടിയോ? ഹോട്ട്, ചൂടാണ്. എവിടെ പോകും നമ്മള്? കോൾഡ്, തണുപ്പല്ലേ? ഹോട്ട്, കോൾഡ്. ഓക്കെ. ഫാസ്റ്റ്, എവിടെ പോണം? സ്ലോ. ചെയ്തോ? ഓക്കെ. അടുത്തത് ഓൾഡ്. എവിടെ പോവും? ഇവിടെ. ന്യൂ. ചെയ്തോ? എല്ലാം ചെയ്തോ? സിറ്റ്, സ്റ്റാൻഡ്, ത്രോ, ക്യാച്ച്, ഹോട്ട്, കോൾഡ്, ഫാസ്റ്റ്, സ്ലോ, ഓൾഡ്, ന്യൂ. ചെയ്തില്ല ഇത്രയും? നമുക്ക് കുഴപ്പമില്ല, എനിക്കറിയാം ഇത്തിരി കഷ്ടപ്പാടായെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് തീരാൻ ഒത്തിരി ഉള്ളതുകൊണ്ടാട്ടോ. ഇത്രയും മതി. അപ്പൊ ഇനി നമ്മള് കാണുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പൊ എന്താണ്, നമുക്ക് എന്ത് വേണം? എല്ലാവരും ഫോട്ടോസ് ടീച്ചർ പറഞ്ഞ പോലെ അയച്ചു തരണം. അപ്പൊ ടീച്ചർമാരിനി നിങ്ങളെ വിഷ് ചെയ്യാവുന്നതാണ്. എന്താണ്, എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലേ? നമ്മള് നല്ല രസമായിരുന്നു അല്ലെ? ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്ത് നല്ല രസമായിരുന്നു. ഇവിടെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാ പോയത്. പക്ഷെ ഇത്തവണ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷെ പുറത്തൊന്നും അധികം പോകണ്ട കേട്ടോ. ഒരുപാട് ഇപ്പൊ പുതിയ പുതിയ അസുഖം കൂടെ ഇറങ്ങി വരുവാണ്. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. വളരെ സേഫ് ആയിട്ട് വീട്ടിലിരിക്കണം. വളരെ കെയർഫുൾ ആയിരിക്കണം. എന്നിട്ട് വീട്ടിലിരുന്നിട്ട് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം. ആരൊക്കെ പുൽക്കൂടൊക്കെ കെട്ടിയേ? ചെയ്തോ? വെരി ഗുഡ്. ആരൊക്കെയാ സ്റ്റാർസ് ഒക്കെ തൂക്കിയേ? വെരി ഗുഡ്. പപ്പാനിയുടെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. റെഡ് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? ഇപ്പൊ ടീച്ചർമാര് നിങ്ങളെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നാണ്. വിഷു ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ബൈ, സീ യു. വെക്കേഷൻ കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. നമ്മൾ നാളെ ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി വെക്കേഷൻ കഴിഞ്ഞിട്ട് കാണാം. അപ്പോഴത്തേക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം. വെക്കേഷൻ അടിച്ചു പൊളിച്ച് മുഴുവൻ തീർക്കണ്ട, കുറച്ച് പഠിക്കണം. പഠിച്ചു വയ്ക്കുമ്പോൾ നമ്മള് എക്സാം ഇടും. വൃത്തിയായിട്ട് എക്സാം എഴുതണം. ഓക്കെ, ബൈ.